എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്തേക്കാണ്, കാറ്റാടി മലയിലേക്കാണ്. നമ്മൾ വൈകുന്നേരം ഒരു 5-5:30 കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി കാറ്റാടി മല കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഫാമിലി ഫുള്ള് നമ്മോടൊപ്പം ഉണ്ട്. ഇനി നമുക്ക് കാറ്റാടി മലയിലെ കാഴ്ച കാണാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ദേവസഹായം പിള്ളയുടെ ദേവാലയമാണ്. കാറ്റാടി മലയുടെ താഴെയായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഈ സമയത്ത് ഇവിടെ സന്ദർശിക്കാൻ ഉള്ളത്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കയറി ചെല്ലുമ്പോൾ തന്നെ മലയുടെ അടിവാരത്തായിട്ട് ദേവസഹായം പിള്ളയുടെ ഒരു ചാപ്പലുണ്ട്. മിഖായേൽ മാലാഖയുടെ ചെറിയൊരു കുരിശടിയുണ്ട്. നമുക്ക് കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ ഈ മൗണ്ടിലേക്ക് പോകുന്നത്. മൗണ്ടിൻ്റെ 3 ഘട്ടങ്ങളായിട്ടാണ്, 3 തട്ടുകളായിട്ടാണ് ഈ മൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് കുരിശിൻ്റെ വഴിയുടെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ വഴി നമുക്ക് മുകളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പള്ളിയുടെ ഒരു ഓഫീസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു കുരിശൊക്കെ ഇവിടെയുണ്ട്. അതിനുശേഷം കുരിശിൻ്റെ വഴിയുടെ ഓരോരോ സ്ഥലങ്ങളാണ്. വലിയൊരു നിശബ്ദതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളെല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു നിശബ്ദത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം തന്നെ ഈ കുരിശിൻ്റെ 2ാമത്തെ സ്ഥലത്തിന് ശേഷം കാണുന്ന ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിലേക്ക് കയറാം. അഡ്രസ്സൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ദേവസഹായം പിള്ളയുടെ മൗണ്ടിൽ ആദ്യമായിട്ടാണ് അവനെ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ദേവസഹായം പിള്ള ഇവിടെ രക്ഷസാക്ഷിത്വം വരിച്ച ആ ഒരു സ്ഥലമാണല്ലോ. ഇവിടെ ദേവസഹായം പിള്ള ഒരുപാട് പീഡനങ്ങൾ സഹിച്ചത് ചരിത്രം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതിവിടെ മാർബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമുക്കിവിടെ നേരിട്ട് കാണാനായിട്ട് സാധിക്കും. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ ദേവസഹായം പിള്ള. ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് 2012-ലാണ്. 2022 മെയ്യിലാണ് ഫ്രാൻസിസ് പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ദേവസഹായം പിള്ളയുടെ പാദസ്പർശമേറ്റ ഒരു പാറയാണ്, അക്കാലത്തുള്ള ഒരു പാറയാണ് ഇപ്പോഴിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങളൊക്കെ പതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അടങ്ങിയ ഒരു കല്ലറ പോലത്തെ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കും. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്താണ് അദ്ദേഹം ജനിച്ചത്. ജ്ഞാനസ്നാനത്തിന് മുമ്പ് നീലകണ്ഠം പിള്ള എന്ന പേരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു ദേവസഹായം പിള്ള. തിരുവിതാംകൂർ രാജാവ് അന്നത്തെ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം സൈന്യത്തിൻ്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡിലനോയെ ഏൽപ്പിച്ചു. ഡിലനോയിൽ നിന്നാണ് ദേവസഹായം പിള്ള ഈശോയെക്കുറിച്ച് അറിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നമുക്ക് ഒരു ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും തമിഴിലും ഒപ്പം മലയാളത്തിലും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് ഒരു കൽക്കുരിശ് ഇപ്പോൾ നാട്ടിയിട്ടുണ്ട്. ആ കൽക്കുരിശിൽ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനും ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥം യാചിക്കുവാനൊട്ടൊക്കെ നമുക്ക് കഴിയും. തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബൊട്ടാരി എന്ന ഈശോ സഭാ വൈദികൻ നിന്ന് 1745 മെയ് 17-നാണ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. തുടർന്ന് 4 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്ന ദേവസഹായം പിള്ള 1752-ലാണ്
രാജകൽപ്പന പ്രകാരം കൊല്ലപ്പെട്ടത്. മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാറ്റാടി മലയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയുള്ള പട്ടണമൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നോക്കടാ, ഇവിടെ കാണിച്ചു നോക്കടാ. ഇനി നമ്മൾ പോകുന്നത് കണ്ണീർ പാറയിലേക്കാണ്. ദൈവസഹായം പിള്ളയുടെ ആ സംഭവം നടന്നതിന് ശേഷമുള്ള അങ്ങനെ ഉത്ഭവിച്ച് വന്ന പാറക്കെട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് വളരെയേറെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ വഴിക്ക് പോകുവാനായിട്ട്. അങ്ങനെ കണ്ണീർ പാറയുടെ ദൃശ്യമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. വളരെ സൂക്ഷിച്ചാണ് പോയിട്ട് വന്നത്. എന്തായാലും ഇനി അടുത്ത ലെയറിലേക്ക് നമ്മൾ പോവുകയാണ്. കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ പിന്തുടർന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് വീണ സ്ഥലമാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ആ മരിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ വെടിയേറ്റ് വീണ സ്ഥലത്ത് ഒരു മാലാഖ അടുത്ത് നിൽക്കുന്നതും ഒരു കുരിശ് ആ സ്ഥലത്ത് ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേവസഹായം പിള്ള എന്ന് പറയുന്നത് മറ്റൊരു മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുയ വിശ്വാസത്തിലേക്ക് വരികയും ആ വിശ്വാസത്തിന് വേണ്ടി ആ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണ്. കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാറ്റാടി മലയിൽ നമ്മൾ കാണുമ്പോൾ ഒത്തിരി സിമ്പിളായിട്ട് തോന്നും പുറമേ നിന്ന് കാണുമ്പോൾ. പക്ഷേ അത്ര സിമ്പിളൊന്നുമല്ല. നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കയറി പോകേണ്ടി വരും. പക്ഷേ അത് അവരുടെ ക്രമീകരണം അതൊത്തിരി സിമ്പിളായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ, സ്റ്റെപ്പുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ത് രസമാ ഇവിടെ കാണാൻ. കാറ്റാടി. ഹായ്. ഉയരം കൂടുന്തോറും കരച്ചിലൊക്കെ വന്നിരുന്ന അഡ്രോസ് നമ്മുടെ പ്രകൃതി രമണീയമായ ഈ കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായ ഒരു സൺസെറ്റ് കാറ്റാടി മലയിൽ നിന്നും ദേവസഹായം പിള്ളയുടെ മൗണ്ടിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ഗാട്സിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും.
കേട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് മണിയടിച്ചാമ്പാറ, ബെൽ റോക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ മണിനാഥം കേൾക്കുന്ന പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് വളരെ സേഫ്റ്റി ആയിട്ട് ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കൊട്ടി നോക്കാം, മണിനാഥം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണത്. നമ്മൾ അവിടെയും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം താഴേക്ക് ദേവസഹായം പിള്ളയുടെ ചാപ്പലിലേക്ക് പോവുകയാണ്. വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്, വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് ഇതിൽ ഇറങ്ങി പോകുവാനായിട്ട്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഒരു ചപ്പോ ചവറോ ഒന്നും നമുക്ക് ഈ പരിസരത്തൊന്നും കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ആ ഒരു വൃത്തിയില്ലായ്മയൊന്നും ഇവിടെ നമുക്ക് കാണാനേ സാധിക്കില്ല. അത്രയ്ക്ക് വൃത്തിയും ആത്മീയപരമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതേ രീതി തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ദേവസഹായം പിള്ളയുടെ ചാപ്പലിലേക്ക് പോയിട്ട് വരാം. ഏറ്റവും അവസാനമായിട്ട് ഈ ചാപ്പലിൽ കയറി കുറേ നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥത്തിൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.